അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ഒരു മനുഷ്യൻ്റെ ഇരുലോകത്തിലെയും നാശത്തിന് കാരണമാകുന്ന ഒന്നാണ് അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ എപ്പോഴും പാപമോചനത്തെ മുഖവിലക്കെടുക്കണം, മുന്തിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം ഒരുക്കി വെച്ചിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും മുന്നിടുക എന്നതാണ്. മനുഷ്യരാണ് എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പാപങ്ങൾ വന്നേക്കാം, പ്രത്യേകിച്ച് ചെറുപാപങ്ങൾ. ആ ചെറുപാപങ്ങൾ തന്നെ മതി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ പരലോകം നഷ്ടപ്പെടുത്താൻ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഇയ്യാക്കും വ മുഹക്കിറാത്തി ദുനൂബ്, നിങ്ങൾ പാപങ്ങൾ നിസ്സാരമായി കാണുന്ന ഒരു ഏർപ്പാട് അത് പാടില്ല, അത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ ഹദീസിൻ്റെ അവസാനം പറയുന്നുണ്ട്, വ ഇന്ന മുഹക്കിറാത്തി ദുനൂബ് മത്താ യൂഖദു ബിഹാ സ്വാഹിബുഹാ തുഹ്ലികുഹു. ഈ ചെറിയ പാപങ്ങളുടെ വിഷയത്തിൽ എങ്ങാനും നാളെ പരലോകത്തൊരു മനുഷ്യൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നല്ലോണം ജീവിതത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന വഴികളും പഠിച്ചു വെക്കുകയും അവ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മെ സഹായിക്കുന്ന വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസും പറഞ്ഞു തന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലനുകഫിറന്ന അൻകും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. അഥവാ വിശ്വാസം ശരിയാക്കുകയും അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരികയും അവരുടെ നന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് നിർബന്ധവും ഐച്ഛികവുമായ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ നിരന്തരമായി കൊണ്ട് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോംവഴി തഖ്വയാണ്. രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് മുന്നോട്ട് പോകാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം. യത്തഖില്ല യുകഫിർ അൻഹു സയ്യിആതിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണോ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ അറിയാതെ വന്നു പോകുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. മറ്റൊന്ന് ക്ഷമയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദാ വലാ ഗമ്മിൻ ഹത്ത ഷൗക്കത്തി യുഷാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഒരു വിശ്വാസിയാണോ അവനെ ബാധിക്കുന്ന ക്ഷീണമോ രോഗമോ ദുഃഖമോ അസുഖമോ അതേപോലെ തന്നെ വല്ല ആദികളോ വ്യാധികളോ, എന്തിനേറെ പറയുന്നു അവനെ ബാധിക്കുന്നൊരു മുള്ള്, ശരീരത്തിൻ്റെ മുള്ള് കുത്തുമ്പോൾ അവനത് മുഖേന ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. മറ്റൊന്ന്, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക എന്നതാണ്. പ്രവാചകൻ പ്രത്യേക ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. എന്നാരാണോ പ്രാർത്ഥിക്കുന്നത്, ഗുഫിറ ലഹു വ ഇൻ കാന ഫറ മിനസ് സഹ്ഫ്, അവൻ യുദ്ധമുഖത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്ന വലിയ പാതകം ചെയ്തവരാണെങ്കിൽ പോലും ഈ പ്രാർത്ഥന അവൻ്റെ പാപത്തെ കഴുകിക്കളയുമെന്നാണ്. മറ്റൊന്ന്, ബാങ്ക് വിളി കേട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിന അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബ വ ബിമുഹമ്മദിൻ റസൂല വ ബിൽ ഇസ്ലാമി ദീന ഗുഫിറ ലഹു ദംബുഹു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. മറ്റൊന്ന്, വുളൂ ചെയ്യലാണ്. മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ. വുളൂ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേരേണ്ട ഭാഗങ്ങളെല്ലാം കൃത്യമായി വെള്ളം ചേർന്ന് വളരെ നന്നായി കൊണ്ട് വുളൂ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂവിൻ്റെ വെള്ളം പോകുന്ന മുറക്ക് പാപങ്ങളും ഇല്ലാതാക്കി കളയുമെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നിസ്കാരം ഭയഭക്തിയോടുകൂടെ നിർവഹിക്കുക എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ഭയഭക്തിയോടുകൂടെ നിർവഹിക്കുകയാണ് എങ്കിൽ ഇല്ലാക്കാനത്ത് കഫാറത്തൻ ലിമാ ഖബലഹ മിനദ് ദുനൂബ്, ആ നിസ്കാരം വരേക്കും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരം അതാണ് എന്ന്. അതുപോലെ തന്നെ ഇമാം ആമീൻ പറയുമ്പോൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുമെന്ന് ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും ഒക്കെ 33 തവണ ചൊല്ലി
എന്നിട്ട് 100 തേക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൻ്റെയും പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുക. ഇൻകാർ മിസ്ല സബദിൽ ബഹരി, കടലിൽ നുരയോളം ഉണ്ടെങ്കിലും ശരി എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ ശ്രദ്ധയോടുകൂടെ നമ്മുടെ പാപങ്ങളെ ഒരളവ് വരെ പുറത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് അവസരങ്ങളുണ്ട്. അത് നന്നായി കൂടെ നമ്മൾ വിനിയോഗിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.